ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒരു സഭയുടെ ഭദ്രാസന ദേവാലയത്തിൽ, ആസ്ഥാന കത്തീഡ്രൽ ബസിലിക്കയിൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട് ഏതാനും സത്യവിശ്വാസികൾ ഇരിക്കുകയാണ്. ഇത്തരം ഒരു സമരം, ഇങ്ങനെയുള്ള ഒരു സമരം കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും രൂപതയിൽ, ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും കാലത്ത് ഉണ്ടായതായി നിങ്ങൾക്കറിയോ? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമരം. കേരള സർക്കാരിനെതിരെ ആശാ വർക്കർമാർ നടത്തിയ സമരം അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ശരിക്കും പറഞ്ഞാൽ ഗംഭീര വിജയമാവുകയും ചെയ്തു. അവർ പറഞ്ഞതെല്ലാം നേടിയെടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല, സർക്കാരിനെ തുറന്നു കാട്ടാൻ വലിയ അവസരമായി മാറി. അതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ പഞ്ചാബിൽ കർഷകർ നടത്തിയ സമരം അത് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സമര രീതിയായിരുന്നു, സമരമാർഗമായിരുന്നു. അതിനും വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചാനലുകളും മറ്റൊന്നും വന്നിട്ടില്ലെങ്കിലും, വാർത്താ പ്രാധാന്യം നേടിയിട്ടില്ലെങ്കിലും, അത് രണ്ടും ന്യായമായ സമരങ്ങളായിരുന്നെങ്കിലും, ഈ ആശാ വർക്കർമാരുടെയും പഞ്ചാബിലെ കർഷകരുടെയും സമരങ്ങൾ ന്യായമായ സമരങ്ങളായിരുന്നെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു. ആ ഭൗതിക കാര്യങ്ങൾ വേണം, ഭൗതിക കാര്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഈ സമരം. ഈ കത്തീഡ്രൽ ബസിലിക്കയിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും, കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ പോലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമല്ല, ആത്മീയ കാര്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞിട്ടൊരു സമരമാണ്. സാധാരണഗതിയിൽ സംഭവിക്കാത്തൊരു കാര്യമാണത്. ആത്മീയ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്നവർ അതിൽ ഗൗരവമായി വീഴ്ച വരുത്തിയപ്പോൾ ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവര് ആത്മീയ സമരം ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളിത് വീണ്ടും കേൾക്കണേ. എന്നാൽ ഈ ആത്മീയ സമരത്തെ പൊളിക്കാൻ വേണ്ടി ആത്മീയ നേതൃത്വത്തിലുള്ളവര് എറണാകുളത്ത് പുതിയൊരു ലൗകിക ഉപദേശക സമിതിക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു. അതിൽ അംഗങ്ങളാകാനുള്ളവരുടെ യോഗ്യതകളും വ്യവസ്ഥകളും അടുത്ത കാനോൻ നിയമത്തിൽ എഴുതി ചേർക്കപ്പെടേണ്ടതാണ്. അത്ര ഗംഭീരമായിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു കോപ്പി മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കണം. വത്തിക്കാന് റെഫറൻസ് പോയിന്റായിട്ട് അത് ഉപയോഗിക്കാം. ഏതാനും ചില വ്യവസ്ഥകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഈ ഉപദേശക സമിതിയിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉപദേശക സമിതിയിൽ, പാസ്റ്ററൽ കൗൺസിലിൽ അംഗങ്ങളാകണമെങ്കിൽ വേണ്ട ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ: വെളുത്ത ലോഹയിട്ടവർ വെളുത്ത ലോഹം മടക്കിക്കുത്തി യൂറോപ്പിൽ വെളുത്ത ലോഹയിടുന്ന ഏക വ്യക്തിയായ മാർപ്പാപ്പയ്ക്കെതിരെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തേണ്ടതാണ്. 2, സഭയുടെ ആസ്ഥാനമെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് സഭയുടെ കുർബാന ചൊല്ലുകയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കട്ടിലിൽ കിടന്ന് നിരാഹാര സമരം ചെയ്യണം. 3, സഭയുടെ കാനോൻ നിയമങ്ങൾ കടലിൽ എറിയണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അനുസരണമല്ല, ധിക്കാരമാണ്, ആധുനിക കാലത്ത് ശരിയായ മൂല്യമെന്ന് ലോകം മുഴുവനോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. 4, ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ കത്തുകളോ വീഡിയോകളോ വായിക്കരുത്. അത് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യണം. അങ്ങനെ ശീഷ്മക്കാരാണ് ഞങ്ങളെന്ന് സ്ഥിരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. 5, പൗരത്വ തിരുസംഘത്തിന്റെ അധ്യക്ഷന്റെയും സഭാതലവനെയും കോലം കത്തിച്ചു പിടിച്ച് വ്യാജരേഖ ചമച്ചവർക്ക് ചൂട്ടുപിടിക്കണം, അവർ വഴി നടത്താനായിട്ട്. അത് ഈ കോലം കത്തിച്ച ചൂട്ടായിരിക്കണം. 6,
അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന മെത്രാപ്പോലിത്തയുടെ കാലോ കയ്യോ മറ്റേതെങ്കിലും അവയവമോ തല്ലിയൊടിക്കുമെന്നോ വെട്ടിയെടുക്കുമെന്നോ പരസ്യമായി ഭീഷണിപ്പെടുത്തണം. 7. മെത്രാൻസിനോട് ഇറക്കുന്ന ഇടയലേഖനങ്ങൾ പള്ളിയിൽ വായിക്കാതെ കത്തിച്ചു കളയുകയോ പൊന്നും കുരിശും വെള്ളിക്കുരിശും സ്ലീവാക്കുരിശും എടുത്ത് ഗംഭീരമായി ആഘോഷത്തോടെ പ്രദക്ഷിണമായി കൊണ്ടുപോയി അടുത്തുള്ള ചവറ്റുകൊട്ടയിൽ എറിയുകയോ ചെയ്യണം. 8. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തെ നാണം കെടുത്തുന്ന തരത്തിൽ രാത്രിയുടെ മറവിൽ കൂട്ടം കൂട്ടമായി സഭയുടെ ആസ്ഥാനം കയ്യേറുകയും ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയ ശൈലിയിൽ നേതൃത്വത്തെ മുട്ടുകുത്തിക്കുകയും വേണം. നേതൃത്വമാകട്ടെ മുട്ടുകുത്താൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ് അവരുടെ മുമ്പിൽ നടക്കേണ്ടതാണ്. 9. മാർപ്പാപ്പയുടെ പ്രതിനിധി കയ്യിൽ കുർബാനയുമായി പ്രദക്ഷിണമായി പോകുമ്പോൾ കുപ്പിയെറിഞ്ഞ് മാർപ്പാപ്പയെയും കർത്താവിനെയും ആട്ടിയോടിക്കാനായിട്ട് ശ്രമിച്ച് അവർക്കെതിരെ മാരക പാപം ചെയ്യുകയും ആ പാപത്തിൽ മരണം വരെ തുടരുകയും ചെയ്യണം. 10. സഭയുടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വൈദികരെ ആക്രമിച്ച് ചവിട്ടിക്കൂട്ടുകയും സഭയുടെ കുർബാന നടപ്പാക്കാൻ ശ്രമിച്ചവരെ ക്രിമിനലുകൾ എന്ന് മുദ്രകുത്തി കൂരിയായിൽ നിന്ന് പുറത്താക്കുകയും സഭയുടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന പള്ളികളിൽ അതെല്ലാം അടച്ചുപൂട്ടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും വേണം. ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയാണ് ഇപ്പോൾ ഈ ആസ്ഥാന രൂപതയിൽ പാസ്റ്ററൽ കൗൺസിൽ എന്ന് പറഞ്ഞ ഉപദേശക സമിതിയാണത്. ഭരണസമിതിയൊന്നും അല്ല. എന്നാൽ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അവർ ഉപദേശം കൊടുക്കുന്നവരല്ലല്ലോ, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു പരിപാടി ആണിപ്പോൾ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ രക്തം കണ്ട് എഴുതി ഒപ്പിട്ട് തരാം. ഇത് ചരിത്രത്തിൽ എഴുതപ്പെടും. തങ്കലിപികളിലല്ല. ഇരുണ്ട യുഗം. എത്രയോ സ്ഥലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇരുണ്ട യുഗങ്ങൾ. അത് സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ചരിത്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ ഇരുട്ട്, ഈ അസ്തമയം അത് കാലാകാലത്തേക്കുള്ളതല്ല. ഇങ്ങനെ ഇരുട്ടുണ്ടായി എന്ന് വിചാരിച്ചിട്ട് സൂര്യൻ ഉദിക്കാതിരിക്കില്ല. സൂര്യോദയം വരുന്നു. അതിനു മുമ്പുള്ള ഒരു ഇരുട്ടാണിത്. ഈ ലോകത്തിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇരുട്ടിൻ്റെ മക്കളുമുണ്ട്, പ്രകാശത്തിൻ്റെ പുത്രന്മാരുമുണ്ട്, മക്കളുണ്ട്. ഇരുട്ടിൻ്റെ മക്കളുണ്ട്, പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കളുണ്ട്, പിശാചിൻ്റെ സന്തതികളുണ്ട്, ദൈവത്തിൻ്റെ മക്കളുണ്ട്. ഇവർ തമ്മിൽ യുദ്ധത്തിലാണ് താനും. ഈ യുദ്ധം അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്, നമ്മൾ കൊണ്ടുപോവുകയാണ്. വെളിച്ചത്തിൻ്റെ മക്കൾ എണ്ണം കുറവായിരിക്കും. ഈ വെളിച്ചത്തിൻ്റെ മക്കൾ എണ്ണം കുറവായിരിക്കും. പിശാചിൻ്റെ മക്കൾ എണ്ണം കൂടുതലായിരിക്കും. ശക്തിയും പണവും ഭൗതികതയും എല്ലാവർക്കും കൂടുതലായിരിക്കും. പക്ഷെ നമുക്കറിയാം, വെളിച്ചത്തിൻ്റെ മക്കളെ ജയിക്കൂ. ഇരുട്ടിന് കാലാകാലത്തേക്ക് ജയിക്കാൻ കഴിയില്ല. അതിനാൽ വെളിച്ചത്തിൻ്റെ മക്കൾ വെളിച്ചത്തിന് വേണ്ടി യുദ്ധങ്ങളുമായിട്ട്, അതായത് അഹിംസയിൽ ഊന്നിയ ആത്മീയ സമരങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.